എൻ്റെ സുമതി ചേച്ചി, എന്നാലും എന്നോട് ഇത് വേണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പിന്നെ നിങ്ങളോട് പറയാം എന്താണ് സംഭവിച്ചതെന്ന്. ഞാനിപ്പോൾ ഇവിടെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലേ? ഹലോ ഫ്രണ്ട്സ്, സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ എവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയാവോ? ഇന്ന് നിങ്ങളെ ഞാനൊരു കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാവർക്കും അറിയാമെന്നുള്ള ഒരു സ്ഥലത്ത് തന്നെയാണ് ഞാനിന്ന് നിൽക്കുന്നത്. ഞാനിവിടെ ഒരു ചേട്ടനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ ചേട്ടനോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. എല്ലാവരും എൻ്റെ കൂടെ വരിക കേട്ടോ. ചേട്ടാ ഈ പ്രദേശത്തുള്ളതാണോ? പിന്നെ ഈ ഞാൻ നിൽക്കുന്ന സ്ഥലം ചേട്ടൻ തന്നെ പ്രേക്ഷകരോട് പറയുക. ഏത് സ്ഥലത്താണ്? പച്ചപ്പാലോട് മൈലമൂട് എന്ന് പറയുന്ന സ്ഥലമാണ് അല്ലേ? എനിക്ക് കുറച്ചപ്പുറത്ത് ഈ സുമതി വളവിലാണ് പോകേണ്ടത്. ഈ വളവിനെ കുറിച്ച് എന്താണ് ഈ കഥ എന്ന് ഒന്ന് പറഞ്ഞു തരാമോ? സുമതിയെ ഇങ്ങനെ കഴുത്താത്ത് കൊന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. പക്ഷേ അവരെ കൊണ്ട് ഈ മരിച്ചു പോയവരെ കൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എനിക്കൊരു ഞാൻ ഇവിടെ ജനിച്ചു കിടന്നതാണ്. എനിക്കിവിടെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കൊക്കെ ഞാൻ പശുവിനെയൊക്കെ കൊണ്ടുപോകുകയും രാത്രിയൊക്കെ മേഘിക്കൊണ്ട് നടക്കുന്ന അതിലുള്ള ജനങ്ങൾക്ക് മൊത്തം അറിയാം. എനിക്ക് ഇതുവരെയും സുമതിയെ കൊണ്ട് ഒരു ശല്യം ഉണ്ടായിട്ടില്ല. അതെ, അവിടെ അപ്പുറത്താണ് ചേട്ടൻ്റെ വീടെന്നാണ് പറയുന്നത്. ഇതാണ് നമ്മുടെ സുമതി വളവ്. എനിക്ക് കുറേ ആകാംക്ഷ കേട്ടോ. കാരണം ഇങ്ങനെ ഒരു പേര് ഞാൻ മുന്നേ കേട്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ഇവിടെ എന്താണ് ഏതാണെന്ന് ഇത് ആൾക്കാർ ഇതിന്റെ പേരും പറഞ്ഞ് ചില മുതലെടുപ്പുകൾ നടത്തുന്നത് എനിക്ക് തോന്നുന്നു. അതെ, അപ്പോൾ ഇതെവിടെയാണെന്ന് അറിയാമല്ലോ? തിരുവനന്തപുരം ജില്ലയിലെ പാലോടിനടുത്തുള്ള മയിലുംമൂട് എന്ന മലയോര ഗ്രാമമാണ് കേട്ടോ ഇത്. അവിടെ ഇനി കുറച്ച് നമുക്ക് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സുമതി വളവ് കാണാവേ. ഇതൊരു ഫോറസ്റ്റ് ഏരിയ കൂടെയാണ്. ഞാൻ വരുമ്പോൾ തന്നെ കുരങ്ങനെയും ഈ മയിലും ഒക്കെ ഈ റോഡ് സൈഡിൽ അപ്പുറത്ത് ഇപ്പുറത്ത് ഇരിക്കുന്നതൊക്കെ ഞാൻ കണ്ടതാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ഗ്രാമീണ പ്രദേശവും കൂടെയാണ്. അത് പറയാണ്ടിരിക്കാൻ വയ്യ കേട്ടോ. ഈ സ്ഥലം കണ്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല അടിപൊളി സ്ഥലം തന്നെയാണ്. ഞാൻ എൻ്റെ വണ്ടിയുടെ അടുത്തോട്ട് പോവുകയാണ്. നമുക്കിനി സുമതി വളവിൽ ഒരു 5 മിനിറ്റിൻ്റെ യാത്ര കൂടെ ഉള്ളൂ. നമുക്ക് അങ്ങോട്ട് പോയി ബാക്കി വിശേഷം ഞാൻ അവിടെ വെച്ച് നിങ്ങളോട് പറയുന്നതാണ് കേട്ടോ. ഞാൻ വന്നത് സുമതി ചേച്ചിയോട് ഒരു പരിഭവം പറഞ്ഞു. നിങ്ങൾ കേട്ടായിരുന്നല്ലോ. വേറെ ഒന്നുമല്ല കേട്ടോ. ഞങ്ങൾ 7 കിലോമീറ്റർ തള്ളിയാണ് കുറേ ദൂരം പോയത്. വഴി മാറിപ്പോയതാണ്. കാരണം ഗൂഗിൾ അമ്മാവൻ പോലും നിശബ്ദതയോടെ ഇരുന്നു ഫോണിൽ ഒന്നും പറഞ്ഞു തന്നില്ല. അങ്ങനെ കുറേ ദൂരം സഞ്ചരിച്ചിട്ടാണ് ഞങ്ങൾ ഈ വഴി കണ്ടുപിടിച്ചത്. അതുകൊണ്ട് വെറുതെ പറഞ്ഞാണ് കേട്ടോ. ഇതിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളൊന്നുമല്ല, ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വെറുതെ അങ്ങനെ പറഞ്ഞതാണ് ഒരു ഫ്ലോക്ക്. പിന്നെ ഇതിൻ്റെ പിന്നാമ്പുറ കഥകൾ ഒരുപാടുണ്ട് കേട്ടോ. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. നമുക്ക് വീണ്ടും കാണേണ്ടതുണ്ട്. കുറച്ചുകൂടെ അങ്ങ് താഴോട്ട് പോവാവേ. ഈ പറയുന്ന സുമതിയാണെങ്കിലേ നല്ല അതീവ സുന്ദരിയായിരുന്നു കേട്ടോ. ആരെയും മനമയക്കുന്ന ഒരു സൗന്ദര്യമുള്ളവളായിരുന്നു ഈ സുമതി. അപ്പോൾ സുമതിക്ക് സാമ്പത്തികമായിട്ട് പിന്നൊക്കെ നിൽക്കുന്ന ഒരു കുടുംബത്തിലുള്ളതാണ്. അപ്പോൾ ഈ അമ്മ അരിക്കച്ചവടമൊക്കെ നടത്തിയാണ് ഈ സുമതിയൊക്കെ വളർത്തിയത്. അപ്പോൾ സുമതി ഒരു വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്. ഒരു മുതലാളിയുടെ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയാണ്. മുതലാളിയുടെ മോന് രത്നാകരനുമായിട്ട് പ്രണയത്തിലാവുകയും അതിലൊരു ഗർഭം ധരിക്കുകയൊക്കെ ചെയ്തെന്നാണ് പറയുന്നത്. ഇതാണ് വളവ് കേട്ടോ. ഈ ഞാൻ പറഞ്ഞ വളവ് ഇപ്പം ഞാൻ നടന്നു പോകുന്നത്. അപ്പോൾ ഈ റോഡിൻ്റെ മറു സൈഡിലോട്ടാണ് ഞാനിപ്പം പോകുന്നത്. അവിടെ അതും ഒരു മറു സൈഡും കാടാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതൊരു വനപ്രദേശമാണെന്ന്. അപ്പോൾ അവിടെയാണ് ഞാനിതാ അങ്ങോട്ട് നോക്കുക ഇതെന്താണെന്നും. നല്ല രസമുണ്ട് കേട്ടോ. കാഴ്ചകൾ കാണാനാണെങ്കിൽ നല്ല ഭംഗിയുള്ളൊരു പച്ചപ്പ് നിറഞ്ഞ ഒരു ഭൂമി തന്നെയാണ് കണ്ടോ. ഇതാണ് സുമതി വളവ്. ഈ ആകൃതിയിലിരിക്കുന്നത് കൊണ്ടാണ് ഇതിന് സുമതി വളവെന്ന് പറയണതോ എന്തോ എനിക്കറിയില്ല. ഇതൊരു ഫോറസ്റ്റ് ഏരിയ കൂടെയാണ്. അതുകൊണ്ട് നല്ല വനപ്രദേശമാണ് പാലോട് കേട്ടോ. ഇനി നമുക്ക് പോകേണ്ടത് ഞാനിനി പോകുന്ന ഞാനിപ്പോൾ വളവ് കാണിച്ചല്ലോ, ആ വളവിന് തൊട്ട് മുകളിലായിട്ട് നമുക്കൊരു കാടാണ്. ആ തൊട്ട് മുകളിലൊരു കാടാണ്. ആ കാട്ടിലോട്ട് ഞാൻ നടന്നു പോവുകയാണ്. നമുക്ക് എന്തായാലും ആ കാട്ടിലോട്ട് പോയിട്ട് സുമതിയുടെ ബാക്കി വിശേഷങ്ങൾ നിങ്ങളോട് പറയാം. ഞാനിവിടെ നിൽക്കുമ്പോൾ സമയം ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. കാരണം നേരത്തെ വരേണ്ടതാണ്. ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി 7 കിലോമീറ്റർ ഞങ്ങൾ തള്ളിപ്പോയിട്ടാണ് വന്നത്. ഇപ്പോൾ 6 മണിയായിട്ടുണ്ട്. എനിക്കൊരു പേടിയില്ല കേട്ടോ. കാരണം കാഴ്ചകൾ കാണാനാണ് വന്നത്. ഇതിൻ്റെ സത്യാവസ്ഥ എന്തെന്ന് അറിയാനും കൂടെയാണ് ഞാൻ വന്നത്. പേടിയില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ വന്നതും കൂടെ. നമുക്ക് കുറച്ച് ദൂരം നടക്കാം കേട്ടോ. ഈ ഉള്ളുവനം ഒന്ന് വീക്ഷിച്ചിട്ട് വരാവേ. നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് പോകാം.
അപ്പോൾ രത്നാകരൻ ഒന്ന് ഓർത്ത് എന്തെന്നറിയാവോ, തൻ്റെ അച്ഛനായ താണു മുതലാളി തന്നെയും സുമതിയെയും എന്തായാലും ഒരുമിച്ച് ജീവിക്കുവാൻ അനുവദിക്കത്തില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും സുമതിയെ തൻ്റെ ജീവിതത്തിൽ ഒഴിവാക്കുക എന്ന് അയാൾ തീരുമാനിച്ചിട്ടുണ്ടാകാം. അപ്പോൾ എങ്ങനെ ഒഴിവാക്കണം എന്നത് ആണ് ഒരു കൊലപാതകത്തിൽ കടാശിച്ചത് എന്ന് തന്നെയാണ് പറയേണ്ടതുണ്ട്. അപ്പോൾ ഗർഭിണിയും കൂടെയാണ് സുമതി. അപ്പോൾ സുമതിയെ ഒഴിവാക്കാൻ സമയമായപ്പോൾ രത്നാകരൻ കൂടുതൽ സുമതിയോട് അടുപ്പം കാണിച്ചു. ഈ കാട്ടിലൂടെയാണ് സുമതി ചേച്ചിയെ കഴുത്തറുത്ത് കൊന്ന് പിന്നെ ചാക്കിലൊക്കെ കെട്ടി കൊണ്ടുവന്ന് കളയാൻ വന്നപ്പോഴെന്തെന്നറിയാമോ, റോഡിലായിപ്പോയി. അവിടെയും കാടായിരുന്നു. അതുകൊണ്ട് ഇവർ ഇട്ടപ്പോഴേ അങ്ങ് റോഡിൽ വീണായിരുന്നു. ഗർഭിണിയായിരുന്നെന്നാണ് പറയപ്പെടുന്നത്. ഇതാ ഈ കാടാണ്, ഈ വഴിയുമാണ്, ഞാൻ നടന്നു വരുന്ന വഴി കൂടെയാണ്. ഞാനിപ്പോൾ നടന്നു പോകുന്നില്ലേ, ഈ വഴി കൂടെയാണ് അന്ന് കൊന്ന് ഈ വഴി കൂടെയാണ് കൊണ്ടുവന്നത് കേട്ടോ എന്നാണ് പറയപ്പെടുന്നത്. ചരിത്രം ഈ കാര്യം 60 വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ പിന്നെ രത്നാകരൻ സുമതിയോട് പറഞ്ഞ് നമുക്ക് ഇവിടെ അടുത്തൊരു ക്ഷേത്രമുണ്ട്, ആ ക്ഷേത്രത്തിലെ ഉത്സവമൊക്കെ കണ്ടിട്ട് നമുക്ക് തമിഴ്നാട്ടിൽ പോയി സുഖമായി ജീവിക്കാം എന്നൊക്കെ പറഞ്ഞ് സുമതിയോട് നല്ല നൈസായി സുമതിയെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും ഫലിപ്പിച്ച് വെച്ചു കേട്ടോ. സുമതി വിശ്വസിക്കുകയും ചെയ്തു രത്നാകരൻ പറഞ്ഞത് കേട്ട്. നിങ്ങൾക്കാർക്കെങ്കിലും പേടിയുണ്ടോ? എനിക്ക് പേടിയില്ല കേട്ടോ, പേടിക്കാനൊന്നുമില്ല. എന്താ നമ്മൾ മരിച്ചുപോയ മനുഷ്യരെ ആരെയും പേടിക്കേണ്ട ഒരു ആവശ്യമില്ല അല്ലേ? അങ്ങനെ വരത്തില്ലെന്നാ എൻ്റെ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയൊന്നുമില്ല, അങ്ങനെയാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങനെ ആരും ഉപദ്രവിക്കില്ല കേട്ടോ. അതൊക്കെ വെറുതെ ഒരു കെട്ടുകഥ എന്നേ ഞാൻ പറയുള്ളൂ. മരിച്ചു പോയുള്ള മനുഷ്യരെ അവിടെ കണ്ടു ഇവിടെ കണ്ടു, ഞാനിതുവരെ ആരെയും കണ്ടിട്ടില്ല. അത് എന്നോട് സ്നേഹമില്ലാത്തതാണോ എന്ന് എനിക്കറിയില്ല. മരിച്ചുപോയവരാരെയും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ രത്നാകരൻ തീരുമാനിച്ചു സുമതിയെ എങ്ങനെയെങ്കിലും കൊല്ലണമെന്ന്. അങ്ങനെ രത്നാകരൻ്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്നാണ് കാറിൽ സുമതിയെ പതുക്കെ കയറ്റി ജീവിക്കാമെന്നുള്ള ഒരു ഒരു കഥയുണ്ടാക്കി സുമതിയെ കൊലപ്പെടുത്തി ഇവിടെ ഇട്ടെന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ ഓൾറെഡി കൊലപാതകം നടന്നത് സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. സുമതി ചേച്ചി, ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങള്? നിങ്ങൾക്ക് ആർക്കെങ്കിലും മറുപടി കേട്ടോ? എനിക്ക് മറുപടി കേട്ടില്ല. അതാ ഞാൻ പറഞ്ഞത് ഇവിടെ ആരുമില്ല, ഇതൊക്കെ ഒരു കെട്ടുകഥകളാണെന്ന്. മനസ്സിലായോ? ഞാനിത് ഉൾവനത്തിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അത് മനസ്സിലാക്കുക. ഇത്രയും ഉൾവനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അടുക്ക റോഡിൽ നിന്ന് കുറേ കിലോമീറ്റർ അകലെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കേട്ടോ. ഈ സംഭവം 2 രീതിയിലും പറയുന്നുണ്ട് കേട്ടോ. ഒരു ചിലർ പറയുന്നത് കാറിൽ കൊന്ന് ചാക്കിൽ കെട്ടി ഇവിടെ കൊണ്ട് കളഞ്ഞെന്നും, ഒരു ചിലർ പറയുന്നത് കാറിൽ കൊണ്ടുവന്നിട്ടാണ് ഇവിടെ വന്നാണ് കൊന്നതെന്നും. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ക്യാമറാമാൻ്റെ കയ്യിലിരുന്ന് ഫോണ് ഇങ്ങനെ ആടുന്നെന്നാണ് പറയുന്നത്. അതൊക്കെ വെറുതെ അവൻ്റെ ഒരു തോന്നലാണെന്ന് ഞാൻ പറയുള്ളൂ. ഇതൊക്കെ എന്നെ ചിരിപ്പിച്ച് കൊല്ലാൻ കരുതി നടക്കണം. അല്ലാതെ ഞാൻ എന്ത് പറയാനാണ്? ആടാ നീ വെറുതെ ആട്ടാതെ. പിന്നെ നമ്മൾ ഇതൊക്കെ തന്നെയാണ് വിശേഷം. ഇനിയും കുറേ പറയാനുണ്ട്, അതൊക്കെ ഞാൻ പിന്നാലെ പറയുന്നതായിരിക്കും. എന്നാൽ പിന്നെ നമുക്ക് പോകാമോ? ഞാൻ ഒരുപാട് സമയം കഴിഞ്ഞ് ഇന്ന് വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്ക് ഇതുപോലുള്ള എന്ത് പറയാൻ, ഇങ്ങനെയൊക്കെയുള്ള അന്വേഷിച്ച് കണ്ടെത്തുന്ന കഥകൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടവുമാണ് കേട്ടോ. അപ്പോൾ ഇതേ ക്യാമറാമാൻ്റെ അശ്രദ്ധ കൊണ്ടാണ് വീഴാൻ പോയത്. അതിന് സുമതി ചേച്ചിയുടെ പേര് പറയരുത്, എനിക്ക് അതേ പറയാവുള്ളൂ. ഞാൻ എൻ്റെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത പുതിയ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.